വെൽക്കം ബാക്ക് ടു മൈലാഞ്ചി. നമുക്ക് അടുത്ത പ്രിയപ്പെട്ട പാർട്ടിസിപ്പന്റിനെ, നിങ്ങൾ കാത്തിരിക്കുന്ന പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിസ് സജിലി സലീം. ഇവിടെ ഇന്നിപ്പോ എന്താ പാടാൻ പോകുന്നത്? ഉരത്താറെനിക്കെന്നല്ല. അതെന്താണ്? മോയിൻകുട്ടി ട്രഡീഷണൽ സോങ് അല്ലേ? ട്രഡീഷണൽ സോങ്. ബാപ്പുക്ക, ഉരത്താർ എനിക്കാരമ്പക്കന്നി, അതല്ലേ മോള് പാടുന്ന പാട്ട്? അത് ഒരു ജിന്നിന്റെ കോട്ടയിലകപ്പെട്ട ഹുസ്നുൽ ജമാല് ജിന്നിനോട് ബദറുൽ മുനീറിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ് ഉരത്താർ എനിക്കാരമ്പക്കന്നി എന്നുള്ളത്. ഒരു പഴയ നല്ല പാട്ടാണ്. ഞങ്ങൾ ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
ഇനിയും ഗാനമേളകളൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതേ പാട്ടുകളൊക്കെ തന്നെ വീണ്ടും പാടാൻ പറയാൻ സാധ്യതയുണ്ട്. ഷെരീഫ് ജി എന്ത് പറയുന്നു? സജലി നന്നായിരുന്നു പാടിയത്. താങ്ക് യു സർ. പിന്നെ സജലി ആദ്യമായിട്ടാണ് ഉപ്പാന്റെതല്ലാത്തൊരു പാട്ട് പാടുന്നത്. എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടണം. ഉപ്പാന്റെ നല്ല പാട്ടുകളാണ്. അതിന്റെ കൂടെ മറ്റുള്ള എല്ലാ തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോഴാണ് നമുക്ക് ഒരുപാട് മനസ്സിലാക്കാനും ഒക്കെ പറ്റുക. ഞാൻ എന്റെ പാട്ടല്ല കൂടുതൽ പാടുക, മറ്റുള്ളവരുടെ പാട്ടാ. അങ്ങനെ ആയിരിക്കണം. ഒരുപാട് പാട്ടുകൾ മാറ്റി പാടുമ്പോൾ ഇപ്പൊ നന്നായി പാടി. അതിനിടയിൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണ് ഒരു പ്രശ്നം. അന്ന് പാടിയ തരിശ്, അതവിടെ നേരത്തെ വേറെന്തോ ഒരു പ്ലാൻ പാടുന്നു. തരിശ് എന്താണത്? അത് പാടുമ്പോ അത് തരിശീത്തുള്ള അങ്ങനെ പാടുമ്പോ ക്ലാരിറ്റി ഉണ്ടാവണം. തരിശീത്തുള്ള കിട്ടണം കറക്റ്റ്, അല്ലെങ്കിൽ പാടരുത്. തരിശീത്തുള്ള നാൾ മുതൽ തൊട്ട് ഉരത്താരെ എത്ര മതി. അത് പാട്ടിന്റെ ആ ബീജം വരെ ഭയങ്കര രസാ. താരത്തത്ത താരത്തത്ത താരതത്ത എന്തൊരു കൃത്യാന്നറിയോ. മ്യൂസിക് വരെ നമ്മള് ബൈഹാർട്ട് ആ മ്യൂസിക് ഒക്കെ വായോണ്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ടോട്ടലി വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാബുക്ക, പഴയ പാട്ട് ആണെങ്കിലും ഇത് ജനകീയമാക്കി മാറ്റിയത് നിങ്ങളുടെ നാട്ടുകാരനായ പീർക്ക എന്ന ഗായകനാണ്. അത് ട്യൂൺ അറിഞ്ഞ് തെറ്റിപ്പോവാതെ കറക്റ്റായി സജിലി പാടി. ഒരു സംഗീത കുടുംബത്തിൽ നിന്നാണല്ലോ സജിലി വരുന്നത്. സലീംഖാന്റെ മകളാണല്ലേ? ഭാവിയുണ്ടെന്ന് പറയാനില്ല. ഏതായാലും വളരെ നന്നായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സിന്ധു. സജലി നന്നായിട്ട് പാടി മോളെ. താങ്ക് യു. നല്ല രസമുണ്ട് കോസ്റ്റ്യൂം. എനിക്ക് ഇവിടെ നോക്കുമ്പോ ഒരു ബൊമ്മക്കുട്ടി പോലെ തോന്നുന്നു. വളരെ വൃത്തിയായിട്ട് പാടി. ഷെരീഫ് പറഞ്ഞ മാതിരി ചെറിയ സംഗതികളൊക്കെ എടുത്തു, പക്ഷെ കുറച്ചും കൂടി ഒന്ന് പെർഫെക്ഷൻ ആവാൻ ശ്രമിക്കാം അടുത്ത പ്രാവശ്യം. എന്നാലും നല്ല ബെറ്റർമെന്റ് ഉണ്ട് മോളുടെ പാട്ടിന്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബാബുക്കയുടെ എന്താണ് ഗതി നിർണയം? എന്താണ്? ഗുഡ്. ഗുഡ്. താങ്ക് യു സർ. ഷെരീഫ് ജി? ഗുഡ്. സിന്ധു? സജലി ഗുഡ്. അപ്പൊ 3 പേരും ഗുഡ് തന്നു. നല്ല അഭിപ്രായമാണ്. അപ്പൊ ഒരു ഗായികയെ സംബന്ധിച്ച് ഈ 3 പേരുടെയും കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം കിട്ടുക. സജലിക്ക് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു റേഞ്ചിലാണ് പോന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് ഇനി ഈ പ്രോഗ്രാമിന്റെ വൈൻഡപ്പാണ്. ഈ വൈൻഡപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ഗായകനും ഗായിക അവിടെ ഇരിക്കുമ്പോൾ വേറെ ആരെയും ക്ഷണിക്കേണ്ട കാര്യമില്ല. ഷെരീഫ് ജി ആൻഡ് സിന്ധു പ്രേംകുമാർ. സൂരലോകമണിയൂർ നിസാനികളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹ്ലിങ്ങളെ. സൂരലോകമണിയൂർ നിസാനികളെ സുഖം നൽകാൻ പുരുഷർക്കുൾ അഹ്ലിങ്ങളെ. കരിവണ്ടിൻ നിറമൊത്ത മുടി വടിവാലും കാവിൽ തടം മലരുടെ പുതു ഇതളാലും കമറൊളി മയങ്ങണ മുഖത്തെളിവാലും സ്വർണ ചുണ്ട